എല്ലാവർക്കും നമസ്കാരം. വളരെ കേക്കാല്ലേ? ഓക്കെ 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 ആ കേൾക്കുന്നുണ്ട് സർ. ശരി ശരി ഓക്കെ. വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു കേട്ടറ്റിന്റെ ഒരു പരിശീലനമായിട്ട് ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ ഓഫ് ആക്കും. എന്താ കാരണം വെച്ചാൽ ഒന്നാമതിൻ്റെ ഒരു കറണ്ട് കുറവാണ്, ചിലപ്പോൾ അത് ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ ഞാൻ ഓഫ് ആക്കും. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി പിന്നെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. പൊതുവെ നമ്മൾ ഇതിപ്പോ ഒരു കേട്ടിട്ട് പരീക്ഷാ പരിശീലനമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് നമുക്കതിന്റെ കണ്ടന്റിലേക്ക് കടക്കാം. പൊതുവെ കേട്ടിട്ട് 1 മാത്തമാറ്റിക്സ് അത്രയൊരു നമ്മളൊരു ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്രയൊരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു പരീക്ഷ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത്, ഈ ചോദ്യം ഇടുന്നവര് സാധാരണ ഫോക്കസ് ചെയ്യുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അത് ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ. സാധാരണയായിട്ട് ചോദ്യം ഇടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഈ പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ. കാരണം ഈ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് ലോകത്ത് മാത്തമാറ്റിക്സ് റിസർച്ചിൽ ഏറ്റവും ഹോട്ട് ടോപ്പിക്കാണ്. വലിയ വലിയ ഫീൽഡ് മെഡലുകളൊക്കെ ലഭ്യമാകാൻ കാരണമാകുന്ന ഗണിത ഗവേഷണങ്ങളുടെയൊക്കെ ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ അഭാജ്യ സംഖ്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യവർക്കും ഈ അഭാജ്യ സംഖ്യ എപ്പോഴും ഒരു ഇഷ്ടപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ അവർ കേട്ടിട്ട് വന്നായതുകൊണ്ട് പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ഒരു ചോദ്യ പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു അഭാജ്യ സംഖ്യ ഐഡന്റിഫൈ ചെയ്യാന്ന് ചോദിച്ചു. ഒരു 4 സംഖ്യ കൊടുത്തിട്ട് അതിലേതാണ് അഭാജ്യ സംഖ്യ? അങ്ങനെ സിമ്പിൾ ആയിട്ടാണ് കേട്ടിട്ട് 1 തന്നെ പല ചോദ്യങ്ങൾ വരുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു 4 സംഖ്യ കൊടുത്തിട്ട് അതിലൊരെണ്ണം അഭാജ്യ സംഖ്യ അല്ലാതെ കൊടുക്കാം. എന്നിട്ട് അതില് അഭാജ്യ സംഖ്യ ഒന്നുകിൽ അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആയത് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ്. നമ്മുടെ സൈബർ സെക്യൂരിറ്റിക്കൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന സാധനം കൂടിയായിട്ടത്. നമുക്ക് ഇതിൽ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ കണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 51, 49, 117, 47 ഇതിൽ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരഭാജ്യ സംഖ്യ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ചോദിക്കാം. ആരാണ് ആ മൈക്കങ്ങനെ ഓണാക്കി ലഹള കൂടിക്കൊണ്ടിരിക്കണേ? ഒരുവിധം ശാന്തായിട്ടുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട ഈ അഭാജ്യ സംഖ്യയുടെ ഐഡന്റിഫിക്കേഷൻ കേട്ടിട്ട് 1 ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഇതിൽ വരുമ്പോ 51 നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം, 17 3 51. 49 ആണെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം, 7 49. പിന്നെ അതിൽ 117 47 തമ്മിലൊരു കമ്പാരിസൺ എന്ന് വരിക. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 117 3ന്റെ ഇതായിട്ട് പോവും, പിന്നെ 47 മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രൈം നമ്പറുമായി ബന്ധപ്പെട്ടൊരു സാമാന്യ ധാരണ ഉണ്ടാക്കുന്നത് ഈ ചോദ്യം ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു വീക്ക്നെസ് ആണ് ഈ പ്രൈം നമ്പർ. പ്രൈം നമ്പറുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാം. പിന്നെ നമ്മളിതിൽ എല്ലാ കേട്ടറ്റിന് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ കരിക്കുലത്തെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവുകയാണ്. അതാത് സബ്ജക്റ്റിന്റെ. ഇപ്പൊ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് മുതൽ ആ മാത്സ് സിലബസ് 4ലേക്ക് വികസിച്ചു. 4 അത് 5 6 7 അങ്ങനെ 8 9 10 11 12 അങ്ങനെ വികസിച്ചു പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവനവന്റെ കരിക്കുലത്തെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടോ എന്നറിയാൻ, സിലബസിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടോ എന്നറിയാൻ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ ജനറൽ സ്കൂളിൽ ഉൾപ്പെടുത്തുന്നത് ചില ക്വസ്റ്റ്യൻ സെറ്റേഴ്സിന്റെ പിന്നെ ഒരു ശീലമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പർ എന്നാണ് നമ്മുടെ മാത്സ് സിലബസ് തുടങ്ങുന്നത്. ആ നാച്ചുറൽ നമ്പർ ക്രമേണ വികസിച്ച് അതെന്നെ ഒരക്ക സംഖ്യയും 2 അക്ക സംഖ്യയും 3 അക്ക സംഖ്യയൊക്കെ ആയിട്ട് വികസിച്ച്
വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് വന്നു. 4ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും അത് ചെറുതായിട്ട് ഫ്രാക്ഷന്റെ ചെറിയ രൂപങ്ങളൊക്കെ കാണിച്ച് 5ലെത്തുമ്പോഴേക്കും ബേസിക് ഫ്രാക്ഷൻ തുടങ്ങി. 6 ആകുമ്പോഴേക്കും അതിൻ്റെ ഒപ്പം ഡെസിമലും കൂടിയും വന്ന് നെഗറ്റീവ് സംഖ്യ അതിൽ ആഡ് ചെയ്ത് 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അത് ഇറേഷണൽ ഒക്കെ ആയി. അങ്ങനെ വികസിച്ചു പോകുന്ന മാത്തമാറ്റിക്സ് ഈസ് എ കണ്ടിന്യൂസ് സബ്ജക്ട്. അങ്ങനെ വികസിച്ചു പോകുന്ന ഒരു രീതിശാസ്ത്രം മാത്സിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് ടീച്ചേഴ്സിന് ധാരണ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കേട്ടറ്റ് 1 അത്ര പ്രയാസപ്പെട്ട ചോദ്യം ചോദിക്കാറില്ല. ഉദാഹരണമായിട്ട് ഞാൻ റെഫർ ചെയ്യുന്ന ഈ ചോദ്യപേപ്പറിൽ വളരെ ലളിതമായിട്ട് ചോദിച്ചിട്ടുള്ളത് പ്രൈമറി തലത്തിലെ ഗണിത പഠനത്തിന്റെ ഉള്ളടക്ക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ സംഖ്യാബോധം പ്രൈമറി ലെവലിലുള്ളതാണ്, ജാമിതിയുടെ പ്രാഥമിക സംവിധാനങ്ങളൊക്കെ പ്രൈമറിയിലുള്ളതാണ്, സമയവുമായി ബന്ധപ്പെട്ടതും പ്രൈമറിയിലുള്ളതാണ്. പക്ഷെ അഭിന്നകങ്ങളെ കുറിച്ചുള്ള പഠനം, √2 അങ്ങനത്തെ സംഗതികളെ കുറിച്ചുള്ള പഠനം പ്രൈമറിയിലില്ല. അപ്പൊ കരിക്കുലം, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ഒന്നാമത്തെ ടോപ്പിക്ക് പ്രൈം നമ്പറുമായി ബന്ധപ്പെട്ട. അപ്പൊ ബേസിക് ആയിട്ട് പ്രൈം നമ്പറിനെ കുറിച്ചുള്ള ഒരു ധാരണ, അതല്ലെങ്കിൽ ഒന്നോ അല്ലാതെ ഘടകങ്ങളൊന്നും ഇല്ലാതെ വരുന്ന പിന്നെ സംഖ്യകളെയാണ് പ്രൈം നമ്പർ എന്ന് പറയുക. അതുപോലെ തന്നെ കുറച്ചും കൂടി നമ്മൾ ഈ വലിയ പ്രൈമറി ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സംഖ്യയുടെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ലോവർ പ്രൈമറിയിലെ അപ്പൊ ഈ പ്രൈം നമ്പറിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നതും നിങ്ങളുടെ പരീക്ഷാ വിജയത്തെ സഹായിക്കും. മൂന്നാമത് നമ്മുടെ ചോദ്യകർത്താക്കളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു സാധനമാണ് ഈ പൈതഗോറസ് സിദ്ധാന്തം. അത് നമ്മളെ പ്രൈമറി അധ്യാപകർ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ള ബേസിക് സാധനമാണല്ലോ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറഞ്ഞ എന്താ പറയാ പൈതഗോറസ് സിദ്ധാന്തം. പക്ഷെ അത് ചോദ്യം അങ്ങനെയല്ല ചോദിക്കുക. അത് കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ചോദ്യപേപ്പറിൽ കണ്ടത്, താഴെ തന്നിരിക്കുന്ന അളവുകളിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളായി വരാൻ സാധ്യതയില്ലാത്തത് ഏത് എന്നവൻ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മുടെ അവിടെ കത്തണം ആരാത് ആരാ യെസ് പറഞ്ഞാൽ അത് നമ്മുടെ അഡ്മിനും ശ്രദ്ധിച്ചാൽ മതി. ആരെങ്കിലും ഓണാക്കിയിരിക്കുന്നെങ്കിൽ അതൊന്നത് ഓഫാക്കിയാൽ മതി. എന്നാൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ല. ഈ പൈതഗോറസ് സിദ്ധാന്തം ഈ ചോദ്യകർത്താക്കളുടെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കും. അത് ചിലപ്പോൾ നേരിട്ട് ചോദിച്ചോളുന്നില്ല. അതിന് പകരം എന്ത് ചോദിച്ചാൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാവാൻ സാധ്യതയുള്ളവ ഏതാണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അത് പൈതഗോറിയൻ ട്രിപ്ലെക്സിനെയാണ് അതിനെന്ത് ചെയ്യുള്ളൂ സാധ്യത. നമുക്കറിയാം അത് ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് പഠിച്ചു വെച്ചോളൂ. എന്താണ്? 2 എണ്ണത്തിന്റെ സ്ക്വയർ 3ാമത്തെ സ്ക്വയറായി മാറണം. ഉദാഹരണമായിട്ട് ഇതിൽ കൊടുക്കുന്ന 1, 3, 4, 5 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 16 9 കൂട്ടി 25 ആണ്, 25 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആയി. എപ്പോഴും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആയിരിക്കും. അതാണ് പൈതഗോറസ് സിദ്ധാന്തത്തിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ 6, 8, 10 സെയിം ആണ്. 6, 6, 36, 8, 64, 36, 64 കൂട്ടിയാൽ 100, അല്ലെങ്കിൽ 5, 25, 12, 12, 144, 144, 25 കൂട്ടിയാൽ 169, അത് 13ന്റെ വർഗ്ഗമാണ്. അപ്പൊ ഈ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതും നിങ്ങളൊന്ന് എന്ത് ചെയ്തോളൂ. അപ്പൊ ഏതൊക്കെയായി? പ്രൈം നമ്പറായി, സിലബസായി, പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആയി. ഇങ്ങനെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവർക്ക് പിന്നെ പെട്ടെന്ന് ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. അപ്പൊ ആ മേഖലകൾ 10ാം ക്ലാസ് വരെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് പിന്നെ വളരെ നന്നായി. ഇനി ഇവരുടെ ചോദ്യം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള സംഗതികളാണ് ഈ ഐഡന്റിറ്റീസ്. ഏതിന്റെ ഐഡന്റിറ്റീസ്? ആൾജിബ്രിക് ഐഡന്റിറ്റി. നമ്മൾ ഈ ഇതിലോ കണ്ടിട്ടില്ലേ, എന്താ പറയാ, റോളൊക്കെ A+B² പഠിച്ചിട്ട് എന്താ കാര്യം, സൈൻ പഠിച്ചിട്ട് എന്താ കാര്യം, കോസ് പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, ഐഡന്റിറ്റി. അത് ഈ ചോദ്യകർത്താക്കൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ 10ാം ക്ലാസ് വരെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ചോദ്യകർത്താക്കളെ അതിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ
പിന്നെ സാധ്യത ഉണ്ട്. പക്ഷെ അതിന്റെ ചോദ്യം ക്രിയേറ്റീവായിട്ട് വളരെ മനോഹരാക്കാം. സംഗതി ഇതാണ് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല ആദ്യ വായനയിൽ. ഇപ്പോ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യം, തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 51 എങ്കിൽ അവയുടെ തുക എത്രയായി? ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഇതാണ് അതിൽ പ്രയാസമല്ല. ഇപ്പൊ ഞാൻ ഈ വായിച്ചാൽ നമുക്കൊരു തിങ്കിങ് ആവശ്യമുള്ള ഒരേ ഒരു ചോദ്യപദമാണ്. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം. ഈ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് തന്ന കഴിഞ്ഞ് പ്രശ്നം തീർന്നു. പിന്നെ ഈ ചോദ്യം ഒന്നുമില്ല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗങ്ങളുടെ വ്യത്യാസമാണ്. അപ്പൊ ഈ വർഗങ്ങളുടെ വ്യത്യാസം 51 എങ്കിൽ അവയുടെ തുകയാണ് ചോദിക്കുന്നത്. കണ്ടോ, അവയുടെ തുകയാണ് ചോദിക്കുന്നത്. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 51 എങ്കിൽ അവയുടെ തുക എത്രയായിരിക്കുന്ന ചോദ്യം. അപ്പൊ ഈ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഐഡന്റിറ്റികൾ വേറെ ഉണ്ട് കേട്ടോ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉണ്ട്, എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഉണ്ട്. ഇതൊക്കെ വെച്ച് വളരെ ഇതുപോലെ മനോഹരമായ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സെറ്റേഴ്സ് ഇതിമ പിടിക്കുമ്പോൾ നമുക്ക് ആകെ ചെയ്യേണ്ട കാര്യത്തിൽ വെച്ചാൽ ഈ ചോദ്യം ഇന്ന ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മളിതൊക്കെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഒക്കെ നമ്മൾ 8ാം ക്ലാസ് പഠിച്ച എ പ്ലസ് ബി ഹോൾ സ്ക്വയറും ഒക്കെ നമ്മൾ 8ാം ക്ലാസ് പഠിച്ച. പക്ഷെ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ശ്രദ്ധയൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കൂ, തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 51 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 51. ചോദിക്കണത് എന്താ, എങ്കിൽ അവയുടെ തുക എത്രയായിരിക്കുന്ന? തുക ഏതാ? എ പ്ലസ് ബി ആണ്. അവിടെയാണ് ഐഡന്റിറ്റി സഹായിക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബിയുടെയും എ മൈനസ് ബിയുടെയും ഗുണനഫലമാണ്. എ പ്ലസ് ബി അല്ലെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. നമ്മളോട് ചോദിക്കേണ്ടത് ഏതാ? എ പ്ലസ് ബി ആണ്. ഓക്കെ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ തന്നെ 51. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ തന്നെ 51. അപ്പൊ 51 എന്ന് പറയുന്നത് എ പ്ലസ് ബിയുടെയും എ മൈനസ് ബിയുടെയും തുകയുടെയും വ്യത്യാസത്തിന്റെയും ഗുണനഫലമാണ്. നമ്മളോട് ചോദിക്കേണ്ടത് തുകയാണ്. അപ്പൊ വ്യത്യാസം എത്രയാവും? തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 1 ആവുള്ളൂ. അപ്പൊ ഈ കേസിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 51. എ പ്ലസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ മൈനസ് ബി എന്ന് പറയുന്നത് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളായതുകൊണ്ട് അത് 1. അപ്പൊ എ പ്ലസ് ബിന് ഏതേ ആവാൻ പാടൂ? 51 തന്നെ ആവാൻ പാടും. അപ്പൊ 51 ഇൻറ്റു 1 ആണ് 51. അപ്പൊ സംഗതി വളരെ സിമ്പിൾ ആണ്. ചോദ്യം എന്തായിരുന്നു? തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 51. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 51. ദാറ്റ് മീൻസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 51. എന്നിട്ട് ചോദിക്കുന്നത് എ പ്ലസ് ബി എത്രയാണെന്നാണ്. അവയുടെ തുകയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് 51. അതില് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ? രണ്ട് സംഖ്യകളുടെ വ്യത്യാസം. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയേ വരുള്ളൂ? 1 വരുള്ളൂ. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു 1 ആണ് 51. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 51. ഇത് മാത്രമേ ഇപ്പൊ അതിലൊരു ചിന്തിക്കാനുള്ള കണക്ക് ഞാൻ പോയി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കും. ഇനി അപ്പൊ മൂന്നാമത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഐഡന്റിറ്റികൾ. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത് പ്രൈം നമ്പേഴ്സ് നിങ്ങളൊന്ന് നോക്കിക്കോളും. 2 ഞാൻ പറഞ്ഞത് സിലബസ് നിങ്ങളൊന്ന് കണ്ടോളും. മൂന്നാമത് ഞാൻ പറഞ്ഞത് പൈതഗോറസ് സിദ്ധാന്തം ചോദ്യകർത്താക്കളുടെ ഒരു വീക്ക്നെസ് ആണ്. 4ാമത് ഞാൻ പറയുന്നത് ഐഡന്റിറ്റികൾ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ തുടങ്ങിയിട്ടുള്ള ആൾജിബ്രിക് ഐഡന്റിറ്റികൾ കണക്ക് കൂട്ടാൻ വളരെ എളുപ്പമായതുകൊണ്ട് അതിനെ അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതും നിങ്ങളൊന്ന് എന്ത് ചെയ്തോളൂ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി
അടുത്തത് ചോദ്യകർത്താക്കൾക്ക് പിന്നെ രസകരമായി വരുന്ന സംഗതികളാണ് എന്ത്? പിന്നെ സംഖ്യാശ്രേണികൾ. ഉദാഹരണമായിട്ട് ഒരു സംഖ്യാശ്രേണി തന്ന് ആ സംഖ്യാശ്രേണി പൂർത്തിയാക്കാൻ പറയുകയോ സംഖ്യാശ്രേണിയിലെ ഇടയിലുള്ള മിസ്സിംഗ് എലമെന്റ്സിനെ കണ്ടെത്താൻ പറയുകയോ ഒക്കെ സാധാരണമാണ്. ഒരു ഉദാഹരണത്തിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് 2, 5, 11, 23 എക്സെട്ര എന്നാൽ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? അപ്പൊ സംഖ്യാശ്രേണി നമുക്കും രസമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ലോജിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ രസമായിട്ടുള്ള ഒരു സാധനം. 2, 5, 11, 23 എക്സെട്ര. അപ്പൊ നോക്കിയേ, 2, 5, 11, 23 എക്സെട്ര. അപ്പൊ 23 കഴിഞ്ഞാൽ പിന്നെ ഏതാണെന്നാണ് ചോദ്യം. 4 കൊടുത്തിട്ടുണ്ട്. 47 ഉണ്ട്, 34 ഉണ്ട്, 57 ഉണ്ട്, 42 ഉണ്ട്, 3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ എന്താ ഒരു സംഗതി? 2 കഴിഞ്ഞ് 5 ആവാൻ 3, 2, 3, 5. 5 കഴിഞ്ഞ് 11 ആവാൻ 6, 11 കഴിഞ്ഞ് 23 ആവാൻ 12. അപ്പൊ നോക്കിയേ, 2, 5, 11, 23. 2-നും 5-നും ഇടയ്ക്ക് 3, 5-നും 11-നും ഇടയ്ക്ക് 6, 11-നും 23-നും ഇടയ്ക്ക് 12. സ്വാഭാവികമായും 23-നും അടുത്തതിനും ഇടയ്ക്ക് 3, 6, 12, 24. അപ്പൊ സ്വാഭാവികമായിട്ട് എത്ര വരും? 23 + 24 = 47. അപ്പൊ അങ്ങനെ സീക്വൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ആമുഖമായിട്ട് ഞാനൊരു ഏതാനും പിന്നെ ചോദ്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതില് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നിങ്ങൾ ഈ ഇത്തരം കേട്ടറ്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചോദ്യം തയ്യാറാക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേണിൽ സ്വാഭാവികമായി അവർക്ക് ഇഷ്ടപ്പെട്ട ചില പിന്നെ കോർ ഏരിയകൾ ഉണ്ടാവും. അപ്പൊ ആ കോർ ഏരിയകളിൽ സാധാരണ വരുന്നവയ ചില സംഗതികളാണ് പറഞ്ഞത്. ഒന്ന്, പ്രൈം നമ്പർ ഇതിന്റെ ഭാഗമായിട്ട് വരും. അതിന്റെ ഈ പൈതഗോറസ് സിദ്ധാന്തം അതിന്റെ ഒരു സംഗതിയായിട്ട് വരും. 3, പിന്നെ ഐഡന്റിറ്റികൾ ഒരു പ്രധാനപ്പെട്ട സംഗതികളായിട്ട് വരും. മറ്റൊന്ന്, നമ്പർ സീക്വൻസ് ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരും. പിന്നെ കോമൺ ആയിട്ടുള്ള പെഡഗോജിന്റെ അത് ഞാൻ പിന്നീട് പറയാം. അതുപോലെ തന്നെ മൊത്തം സിലബസിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതും ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത്രയാണ് ഞാൻ ആമുഖമായിട്ട് പറയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം, ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് തീരുമാനിച്ചതിന് ശേഷം ഞാൻ അടുത്തതിലേക്ക് കടക്കാം. അപ്പൊ എന്തെങ്കിലും അതിനെപ്പറ്റി ഒരഭിപ്രായം പറയാം. ആരെങ്കിലും? ഐഡന്റിറ്റി നമ്മൾ ഉദ്ദേശിച്ചതായിരുന്നു. ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ പണ്ട് പഠിച്ചില്ലേ, a + b² = a² + b² + 2ab, a + b × a - b = a² - b² എന്ന് പറഞ്ഞിട്ടുള്ള സമവാക്യം, ബീജഗണിത സമവാക്യം. അതിന്റെ അപ്ലിക്കേഷൻ ഇതിൽ ചോദ്യത്തിൽ ചോദിച്ചു. അതാണ് പ്രശ്നം. അതായത് വേറൊന്നുമില്ല, അത് മറ്റൊന്ന് നിങ്ങൾ ഒരുപാട് കാൽക്കുലേഷൻ നടത്തേണ്ടി വരും. അത്രയും സമയം ഉണ്ടാവില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കണക്ക് തന്നെ കണ്ടില്ലേ? അതായത് അത് പറയുമ്പോൾ ഒന്നുകൂടി അത് എഴുതി കാണിക്കുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പൊ അതിനൊന്നും സംവിധാനം ഇല്ലാത്തതുണ്ട്. അപ്പൊ അതിനൊരു ഇപ്പൊ വീണ്ടും അത് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 2 വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ ഓർമ്മ വരണം a² - b². ഓക്കെ, വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഓർമ്മ വരണം a² - b². അപ്പൊ 8ാം ക്ലാസ്സിലേക്ക് നമ്മൾ ഓർമ്മിച്ചു പോകണം a² - b² = a + b × a - b. ഇവരിപ്പോ ചെയ്ത എന്താ വെച്ചാൽ a² - b² തന്നിട്ട് a + b കണ്ടുപിടിക്കാൻ പറയുക ചെയ്തു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എണ്ണൽ സംഖ്യകളായതുകൊണ്ട് a - b 1 ആണ്. അപ്പൊ a² - b² a + b 1 തന്നെ ആവും. എന്ന് പറഞ്ഞാൽ 51 തന്നെ ആവും. ഇത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ 8ാം ക്ലാസ്സിലെ പുസ്തകം ഒന്ന് നോക്കിയിട്ട് ഇതേപോലെ തന്നെ വേറെ ചോദ്യത്തിൽ വരുന്നുണ്ട് a + b ×
സി പ്ലസ് ഡി ഈക്വൽ ടു എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി ഇത് പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇത്തരം സംഗതികളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ സംഖ്യകളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ പെട്ടെന്ന് മനക്കണക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം ഇവർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചോളൂ. ഒപ്പം തന്നെ ഈ സീക്വൻസുകൾ അതിനെ നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ ഒന്ന് ശീലിച്ചാൽ മതി. ഏതൊരു സീക്വൻസിന്റെ പിന്നിൽ ഒരു ലോജിക് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ പറഞ്ഞ ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഇരട്ടിയായിട്ട് പോവാണ്. ഓരോന്നിലും വ്യത്യസ്തമായിട്ടാവും. അതും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും? ആർക്കെങ്കിലും പറഞ്ഞത് വ്യക്തമാക്കുകയോ? 10ാം ക്ലാസ് വരെയുള്ള സിലബസ് ഉണ്ടാവോ? പൊതുവെ 10ാം ക്ലാസ് ഇപ്പൊ A+B ഒക്കെ 8, 9 ആണല്ലോ. മറ്റത് നിങ്ങളിതിപ്പോ ഇരുന്ന് കണക്കൂട്ടിയാൽ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടില്ല. കാറ്റഗറി 1 8ാം ക്ലാസ് വരെയുള്ളതല്ലേ ഉള്ളൂ? കാറ്റഗറി 1 8ാം ക്ലാസ് വരെയുള്ള NCERT പുസ്തകത്തിലെത്തുള്ള വരുള്ളൂ. അതെ, 8ാം ക്ലാസ് വരെയുള്ള കണ്ടന്റ് വരുമ്പോഴും നിങ്ങൾ ഈ 10ാം ക്ലാസ് വരെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പലപ്പോഴും ഇപ്പൊ ഈ ഐഡന്റിറ്റി ഒക്കെ 8ൽ വരുന്നുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ പൈതഗോറസ് സിദ്ധാന്തം ഐഡന്റിറ്റി ഒക്കെ എവിടെ വരുന്നുണ്ട്? 8ൽ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ധാരണ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് സമയത്തിനുള്ളിൽ ഇത് ചെയ്തു പോവാൻ, അതായത് 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം ഒന്ന് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്യും. ചോദ്യം മിക്കവാറും 8ാം ക്ലാസ് വരെയുള്ളത് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പരമാവധി കേട്ടിട്ട് വന്ന് എളുപ്പത്തിലാണ് ചെയ്യാറ്. പക്ഷെ എന്നിരുന്നാലും 10ാം ക്ലാസ് വരെയുള്ള സിലബസ് ഒന്ന് നോക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യും? ഗുണം ചെയ്യും. ഏകദേശം വരുന്ന ഈ ഐഡന്റിറ്റിന്റെ ഈ ടൈപ്പ് തന്നെ വരുള്ളൂ? എന്തൊക്കെ ടൈപ്പ് വരും? അപ്പൊ വേറൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതിൽ തന്നെ വന്നിട്ടുള്ള വേറൊരു ചോദ്യം കാണിച്ചു തരാം. അപ്പൊ ആ ചോദ്യം എഴുതിയിരിക്കുള്ളൂ കേട്ടോ. അപ്പോ PQRS എന്നിവ 4 പോസിറ്റീവ് സംഖ്യകളാണ്, അതിസംഖ്യകളാണ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. PQRS എന്നിവ 4 അതിസംഖ്യകളാണ്. കൂടാതെ P+Q സമം R+S. P+Q സമം R+S. P+Q സമം R+S എങ്കിൽ ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മനസ്സ് എപ്പോഴും, ഞാൻ ഈ ചോദ്യം വായിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സ് എവിടേക്ക് പോകണം എന്നറിയോ? A+B × C+D നിങ്ങൾ പഠിച്ച ഐഡന്റിറ്റിയിലേക്ക് പോകണം. A+B × C+D സമം AC + AD + BC + BD എന്ന് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകണം നിങ്ങളുടെ ഓർമ്മ. ഇതിൽ ചോദിക്കണം എന്താണെന്നറിയോ? PQRS എന്നിവ 4 അതിസംഖ്യകളാണ്. കൂടാതെ P+Q = R+S ആണ്. ഇനി പറയുന്നത് നോക്കൂ, PR + PS + QR + QS സമം 100. PR + PS + QR + QS സമം 100 എങ്കിൽ P+Q എത്ര എന്നാണ് ചോദ്യം. എങ്കിൽ P+Q എത്ര എന്നാണ് ചോദ്യം. ഇത് നിങ്ങൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ എത്തിക്കാൻ കഴിയില്ല. എത്തൊക്കെ ചെയ്യുന്നുണ്ടാവും, നല്ല കാൽക്കുലേഷൻ പവർ ഉള്ളവർ ഒരു പക്ഷേ നല്ല ലോജിക് ഒക്കെ വെച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് A+B × C+D പകരം P+Q × R+S എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ, P+Q × R+S എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈക്വൽ സാധനമാണ് അങ്ങേ സൈഡിൽ തന്നിട്ടുള്ളത്. P+Q × R+S ആണ് എന്ത്? PR + PS + QR + QS. അത് 100 തന്നു. അപ്പൊ പിന്നെ യാതൊരു സംശയമില്ല. P+Q × R+S 100 ആവണമെങ്കിൽ 10 × 10 ആവണം. അപ്പൊ ഉത്തരം 10 ആവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയൊക്കെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഓപ്പറേഷൻസ് നടത്തുന്നതിനുള്ള അല്ലെങ്കിൽ ക്രിയകൾ ചെയ്യുന്നതിനുള്ള ഒരു കോമ്പിറ്റൻസി പരിശോധിക്കുന്ന 1 2 ചോദ്യങ്ങൾ. ഇത് പ്രയാസപ്പെടാണെങ്കിൽ ഇത് വിട്ടു കളഞ്ഞോളൂ. ആകെ 30 ചോദ്യം ഉണ്ടാവുമല്ലോ. അതിൽ ഇങ്ങനത്തെ 1 2 ചോദ്യങ്ങളെ വരുള്ളൂ. പക്ഷെ ഈ 1 2 ചോദ്യങ്ങൾ വന്നാൽ ഐഡന്റിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പൊ ഐഡന്റിറ്റികൾ എന്ന് പറഞ്ഞാൽ ബീജഗണിത സമവാക്യങ്ങൾ. അതെന്തിനാ പഠിച്ചെന്ന് പണ്ട് ചോദിച്ചില്ലേ? എന്തിനാ ഞാൻ A+B² എന്ന് ചോദിച്ചില്ലേ? A+B² ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ നടത്താൻ വളരെ എളുപ്പമാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. വേറൊന്ന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. മൂന്നാമതൊന്ന് ഞാനിപ്പോ പറഞ്ഞ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. ഇതാണ് അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐഡന്റിറ്റികൾ. മൂന്നാമത് പറഞ്ഞതാണ്. ആദ്യത്തെ ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യത്തെ നമ്മൾ ആദ്യം ചെയ്തത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സിമ്പിൾ ആയിട്ടുള്ള സാധനം. രണ്ടാമത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. മൂന്നാമത് ഇപ്പോ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചത് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി സമം എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. നിങ്ങൾ ഒരു കാര്യം മതി, 8ാം ക്ലാസ്സിലെ ആ പുസ്തകം ഒന്ന് എടുത്ത് നോക്കുക. 8ാം ക്ലാസ്സിലെ പുസ്തകത്തിലാണെന്നാണ് എന്റെ ധാരണ. ബീജഗണിത സമവാക്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലുപയോഗിച്ച് ഇതേപോലത്തെ കണക്കുകൾ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. ഇതില് ഞാൻ ഇപ്പൊ നോക്കുമ്പോഴൊക്കെ ഇതേപോലത്തെ ചോദ്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ടച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഇതിപ്പോ കേട്ടറ്റ് 1-ലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടറ്റ് 1-ലെ പണ്ട് ചോദിച്ച ചോദ്യങ്ങളാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇടുന്നവർക്ക് ഇതൊരു ശീലമായതുകൊണ്ട്, അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല ആയതുകൊണ്ട് 1ഓ 2ഓ ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്തോളൂ, 8ാം ക്ലാസ്സിലെ ആ ഐഡന്റിറ്റിയുടെ ഭാഗം ഒന്ന് നോക്കുന്നത് നന്നായി. അല്ല സാറേ, ഈ രണ്ടാമത്തെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഒരു മോഡലും കൂടി ക്വസ്റ്റ്യൻ പറയോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടി. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2ab ഇല്ലേ, അതിന്റെ ഒരു മോഡലും കൂടി ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? ഓർമ്മിക്കാൻ ഏറ്റവും നല്ല സാധനം എന്താണെന്നറിയോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനം നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ 13ന്റെ വർഗം കാണും. നോക്കിക്കോളൂ, 13ന്റെ വർഗം കാണും. 13ന്റെ വർഗം കാണും. നിങ്ങൾ സ്വാഭാവികമായിട്ടും ചെയ്യാഎന്താ, 13നെ 13 കൊണ്ട് ഗുണിച്ച് അപ്പൊ 2 ഗുണിച്ച് നിങ്ങൾ 169 കാണും. 13നെ 13 കൊണ്ട് ഗുണിച്ച് നിങ്ങൾ 169 കാണും. അതിന് പകരം എ പ്ലസ് ബി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്നറിയോ? 13 അല്ലേ, 13 എന്ന് പറഞ്ഞാൽ 10 3 ആണല്ലോ. 3ന്റെ വർഗം നിങ്ങൾക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 10 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2a പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അത് 10 പ്ലസ് 3 ആണ്. ഓക്കെ, അതിൽ 1 10 തന്നെയാണ് അവിടെ കടന്നോട്ടെ. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണി ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സംഗതി, 1ന്റെ വർഗം 1 തന്നെ, 3ന്റെ വർഗം 9, 3ന്റെ വർഗം 9. ഇനി എ ബി കാണണ്ടേ? എ ബി ഇവിടെ എ 1ഉം ബി 3 അല്ലേ? അപ്പൊ എ ബി 3, അതിന്റെ ഇരട്ടി എത്ര? 2ab വേണ്ടേ? 2ab. അപ്പൊ 1 3 3, 3ന്റെ ഇരട്ടി 6. അതാ നടുക്കിലിട്ടാൽ എത്രയായി? 169ആയി. അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ സ്ക്വയർ കാണുന്നോർത്താണ്. മെന്റൽ സം ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ കാണാം. പക്ഷെ പൊതുവെ ഈ 2 ഭാഗത്തു നിന്നാണ് ആദ്യം പറഞ്ഞ 2 ഉണ്ടല്ലേ, ഏത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ബി. ഇതാണ് കാൽക്കുലേഷന് ഏറ്റവും എളുപ്പം ഉപയോഗിക്കാം. മറ്റത് സ്ക്വയർ കാണാനാണ് ഉപയോഗിക്കുക. പൊതുവെ സ്ക്വയർ കാണാനുള്ള ചോദ്യങ്ങൾ ഞാനിപ്പോ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിൽ കണ്ടിട്ടില്ല. എങ്കിലും അതും ഒന്ന് എന്ത് ചെയ്തോളൂ, മനസ്സിൽ ഓർമ്മിച്ച് വെച്ചോളൂ. അടുത്തൊരു മേഖല നമ്മൾ അടുത്തേക്ക് കിടക്കാണ്. അടുത്തൊരു മേഖല പെർസെൻറ്റേജ് ആണ്. അത് പ്രത്യേകിച്ച് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പെർസെൻറ്റേജ് കാണുക. അപ്പൊ ഈ പെർസെൻറ്റേജ് മനക്കണക്കായിട്ട് കാണാൻ, നിങ്ങളൊന്ന് ശീലിക്കണം. അത് ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതില്ല. വളരെ മനക്കണക്കായിട്ട് കാണാം. അപ്പൊ ഉദാഹരണമായിട്ട് ഇതിലൊരു ചോദ്യം, ഒരു കച്ചവടക്കാരൻ 450 രൂപയ്ക്ക് വാങ്ങിയ പുസ്തകം 540 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭം എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു സംഖ്യയുടെ ശതമാനം കാണും. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ 2 പ്രശ്നമുണ്ട്.
ഒന്ന്, ഏത് സംഖ്യയുടെ ശതമാന കാണേണ്ടതെന്ന് തീരുമാനിക്കണം. ഒന്നിവിടെ 450 രൂപയ്ക്ക് വാങ്ങിയ പുസ്തകം 540 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ 450ന്റെ ശതമാനം കാണണോ 540ന്റെ ശതമാനം കാണണമെന്ന് അതാണ് ബേസിക് സംഖ്യയായിട്ട് എടുക്കേണ്ടത്. ഒരു ആലോചന വരും. 2, 450ന്റെ ഉണ്ട്, 540 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളില് ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത് ഇതിൽ 450 ആണോ 540 ആണോ എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളൊക്കെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ബേസിക് വാല്യൂ 450 തന്നെയാണ്. ആറ് ഓഫാക്കൂ. യെസ്, അവിടെ എഴുതിയിട്ടുണ്ട് 20%. അപ്പൊ ഒന്നാമത്തെ ചോദ്യം അതാണ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏതാണോ ബേസിക് ആയിട്ടുള്ള വാല്യൂ അതിന്റെയാണ് പെർസെന്റേജ് കാണുന്നത്. പിന്നെ നോക്കൂ, ഇവിടെ 540 90 രൂപയാണ് കൂടിയത്. 90 രൂപ കൂടുമ്പോ എത്ര പെർസെന്റേജ് ആണ് എന്ന് നോക്കാൻ നമ്മൾ അതിന് ഗുണിക്കാനോ ഹരിക്കാനോ ഒന്നും നിൽക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ കാരണം? 450ന്റെ 100% 450. അതിന്റെ 50% 225. അതിന്റെ 25% അതിന്റെയും പകുതി. ഈ ഒരു മെന്റൽ സം അങ്ങ് ഉറപ്പിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോ 450ന്റെ 45 ആകുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? 450ന്റെ പകുതി ആകുമ്പോഴേക്കും 225 ആയി. അപ്പൊ അത് 100ന്റെ 50 ആയി. അതിന്റെ പകുതി ആകുമ്പോഴേക്കും 25 ആയി. അപ്പൊ അത് 4-1 ആയി. അപ്പൊ 45 ആകുമ്പോഴേക്കും അത് എത്ര ആയിട്ടുണ്ട്? 10-1 ആയിട്ടുണ്ട്. 10-1. ഓക്കെ, 10-1 ആകുമ്പോഴേക്കും അത് എത്രയായി? 100-ൽ 10 ആയി. 10% അവിടെ 10. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിങ്ങനെ ഗുണിച്ച് കണ്ടുപിടിക്കാൻ നിൽക്കുന്നതിന് പകരം ഇങ്ങനെ മെന്റൽ സം ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഇത്തരം കണക്കുകളിലൊക്കെ അത്രേ ആവശ്യം വരുള്ളൂ. നേരെ മറിച്ച് വലിയ വലിയ പെർസെന്റേജ് ഒക്കെ കണക്കാക്കുമ്പോഴാണ് 27.25%, 28.25% ഇതൊക്കെ വരുമ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്നുള്ളൂ. മിക്കവാറും ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിലെല്ലാം ഇങ്ങനെ മെന്റൽ സം ആയിട്ട് തന്നെ കണക്കാക്കാവുന്ന ചോദ്യങ്ങളെ ചോദിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞ മാതിരി പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര പറയാം? 20% നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ എത്രയാണ്? 450 അല്ലേ? 450ന്റെ 45 എന്ന് പറഞ്ഞാൽ 10%. സിമ്പിൾ. അപ്പൊ 90 എന്ന് പറഞ്ഞാലോ ഒരു 10% കൂടി 20%. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ശതമാനം കണക്കാക്കുന്നതിന്റെ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം നിങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞ മാതിരി ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് സംഗതി ഇത്രയേ ഉള്ളൂ. ആകെ കൂടിയ 100%. ആകെ ഉള്ളത് 450. അതിന്റെ പകുതിനെയാണ് നമ്മൾ 100ന്റെ പകുതി 50% എന്ന് പറഞ്ഞത്. അതിന്റെയും പകുതിനെയാണ് നമ്മൾ 25% എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളതാണ് 10-1. അപ്പൊ ഇങ്ങനെ മനക്കണക്കായിട്ട് ഈ പെർസെന്റേജുമായി ബന്ധപ്പെട്ട് ഒരു സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് 10%? ഇനിയിപ്പോ 30% കാണണമെന്ന് വിചാരിക്കാം. 10% 45 30% അതിന്റെ 3 മടങ്ങാണ്. അപ്പൊ 45ന്റെ 3 മടങ്ങ് മതി. മനസ്സിലായോ? അപ്പോ ഈ 10% കണക്കൂട്ടിയുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഈ 10ന്ന് എവിടേക്കും പോകാൻ എളുപ്പമാണ്. 10ന്ന് 5ലേക്ക് പോകാൻ എളുപ്പമാണ്, പകുതിയായാൽ മതി. 10ന്ന് 20ലേക്ക് പോകാൻ എളുപ്പമാണ്, ഇരട്ടിയായാൽ മതി. 10ന്ന് 40ലേക്കോ 50ലേക്കോ 60ലേക്കോ പോകാൻ എളുപ്പമാണ്, അതിന്റെയൊക്കെ ടൈംസ് കണ്ടാൽ മതി. അപ്പൊ എപ്പോഴും ഈ 10നെ, അതുകൊണ്ടാണല്ലോ നമ്മള് ഈ ഇന്ത്യക്കാര് 10 ബേസ് ആയിട്ടുള്ള സംഖ്യാസമ്പ്രദായം കണ്ടുപിടിക്കാൻ തന്നെയുള്ള കാരണം എന്താ? അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പം കാരണം. നമ്മളാണല്ലോ ഇന്തോ അറബ് ന്യൂമറൽസിന്റെ ഇന്തോന്റെ വക്താക്കൾ നമ്മളാണല്ലോ. നമ്മള് അത് എടുക്കാനുള്ള കാരണം, 10 ബേസ് ആക്കാനുള്ള കാരണം 10 കൊണ്ടുള്ള ക്രിയകൾ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് 1, 10, 100, 1000, 10000 എന്ന് പറഞ്ഞ് നമ്മൾ പ്ലേസ് വാല്യൂ വെച്ച്. അപ്പൊ നമ്മൾ എപ്പോഴും പെർസെന്റേജ് കാണാൻ വരുമ്പോ 100ന്ന് 10ലേക്ക് വന്ന് 10ന്ന് 50% ഒറ്റയടിക്ക് തന്നെ വരാട്ടോ. നമ്മുടെ ബ്രെയിനിന് ഏറ്റവും എളുപ്പമാണ് പകുതി കാണല്, പകുതിയുടെ പകുതി കാണല്. ഇതൊക്കെ ബ്രെയിനിന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അത് പ്രയാസമില്ല. ബാക്കിയുള്ളതിലേക്ക് പോവാൻ
എപ്പോഴും 10 എന്നുള്ള യാത്ര വളരെ സൗകര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 90 എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഓർമ്മ വരും 45, അത് 10%. അപ്പൊ സ്വാഭാവികമായിട്ടും 90 എന്ന് പറയുന്നത് 20%. അപ്പൊ 3 ചിന്തയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. 450, 450ന്റെ 10% 45. നമുക്ക് കണ്ടെത്തേണ്ടത് 90ന്റെയാണ്. 45 10 ആണെങ്കിൽ 90 20. കണ്ടോ, 10 സെക്കൻഡോടെ നമ്മൾ ഉത്തരത്തിലെത്തി. ഇങ്ങനെ ഈ പെർസെന്റേജ് കാണുന്നതിനുള്ള ഒരു മെക്കാനിസം നമ്മൾ രൂപപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. വേറെ നമ്മുടെ ഒരു ഇടപെടൽ വരേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലോജിക്കിനെ നമ്മുടെ ഇട്ട് കളിയാക്കും. അത് ശരിക്കും ഒരു നിലയ്ക്ക് ഒരു കളിയാക്കലാണ്. പക്ഷെ എന്നാലും അത് രസകരമായ, നമ്മൾ ബോധപൂർവം നമ്മൾ അത് കളിയാവുകയാണ്. ഉദാഹരണമായിട്ട് ഇതിലൊരു ചോദ്യം 3 - 3 3 - 3 3 3 3 അങ്ങനെ കുത്തു പോയിട്ട് 101 പദങ്ങളുടെ തുക എത്ര? എന്താ ചോദ്യം വരാൻ ചേർത്ത്? 101 പദങ്ങളുടെ തുക എത്ര? അപ്പൊ ഇവിടുത്തെ കണ്ടന്റ് എന്താ? നെഗറ്റീവ് സംഖ്യകളാണ്. നെഗറ്റീവ് സംഖ്യകൾ നമ്മൾ 7ാം ക്ലാസ്സിനോ 8ാം ക്ലാസ്സിനോ ഒക്കെ പഠിക്കുന്നു. നെഗറ്റീവ് സംഖ്യകളുടെ അഡീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, സബ്സ്ട്രാക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ 3 - 3 3 - 3 3 - 3 3 ഇങ്ങനെ 101 പദങ്ങളുടെ തുകയാണ് ചോദിക്കുന്നത്. എത്രയായിരിക്കും? ആരെങ്കിലും ഉറങ്ങാൻ 353 ആളുണ്ട്, കേൾക്കാല്ലേ? 3 3 ആ 3 അല്ലേ? എന്താ കാരണം? 3 - 3 പരസ്പരം എപ്പോഴും ക്യാൻസൽ ചെയ്ത് പോകും. 100 പ്രാവശ്യം ആകുമ്പോ 0, ആ 101ാമത്തെ പ്രാവശ്യം ആകുമ്പോ 3 ഒരു പേരില് അത് ക്യാൻസൽ ചെയ്ത് പോകും. ഒരു പേരിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എല്ലാ ഈവണിലും എന്തുണ്ടാവും? പെയർ ഉണ്ടാവും. അപ്പൊ 100 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് സാധനം എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? അടുത്ത് വരണ സംഖ്യ ബാക്കി ഉണ്ടാവുള്ളൂ. 101ാമത്തെ ഇവിടെ ആ ഓഡ് നമ്പേഴ്സ് ഒക്കെ 3കളുമാണ്, ഈവൺ നമ്പേഴ്സുകളൊക്കെ ഈ നെഗറ്റീവുകളുമാണ്. അപ്പൊ 101 ഓടായതുകൊണ്ട് അവിടെ ഏതേ വരുള്ളൂ? 3 വരുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മളെ എന്താ പറയാ, നമ്മുടെ ബുദ്ധിയെ പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ വരാം. പക്ഷെ അതേസമയം ഇത് നെഗറ്റീവ് സംഖ്യയെ കുറിച്ചിട്ടുള്ള അറിവാണ്. അപ്പൊ നോക്കൂ, പ്രൈം നമ്പർ, പെർസെന്റേജ്, നെഗറ്റീവ് നമ്പർ, സീക്വൻസ്, മാത്തമാറ്റിക്സിന്റെ ചോദ്യം ഉണ്ടാക്കാനും സൗന്ദര്യവും ഉള്ളതുമായ ടോപ്പിക്കുകളെയാണ്. അത് ഓണാക്കാതെ വെറുതെ പറയല്ലേ? സാറില്ല പോട്ടെ. ഇനി അടുത്തത് ഈ പിന്നെന്താ, ലാഭശതമാനവും നഷ്ടശതമാനം കണക്കാക്കുന്നതിന്റെ ഉള്ളിലുള്ള ഒരു കണക്കാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. വെറുതെ ഒന്ന് ഞാൻ നിങ്ങളെന്ന് എന്ത് ചെയ്യാണ്, ഓർമ്മിപ്പിക്കാം. നിങ്ങളിപ്പോ ഏതായാലും ഇതിന്റെ ഭാഗമായിട്ട് കുറെയൊക്കെ റെഫർ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. എന്താണ് ഒരു ചോദ്യം? എന്താണെന്നറിയോ? 6500 രൂപ വിലയുണ്ടായിരുന്ന ഒരു സൈക്കിളിന്റെ വില ഈ വർഷം 8% കുറഞ്ഞു. സൈക്കിളിന്റെ വിലയെ എങ്ങനെ സൂചിപ്പിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ പണ്ട് 7ാം ക്ലാസ് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ 7ാം ക്ലാസ് പഠിപ്പിക്കുന്നത് ഒന്ന് ഓർമ്മിച്ചാൽ മതി. 7ാം ക്ലാസ് പഠിപ്പിക്കണവരുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 6500 രൂപ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 6500 രൂപ എന്ന് പറഞ്ഞാൽ 100%. 6500 രൂപ എന്ന് പറഞ്ഞാൽ 100%. അതിന്ന് വില കൂടാം, വില കുറയാം. വില കൂടിയാൽ ആ 100 എത്രയാവും? എത്രയാണോ കൂടുന്നത് അത്രയും ശതമാനമായി കൂടും. വില കുറഞ്ഞാലോ 100 അത് കുറയും. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിച്ചത് 6500 രൂപ വിലയുണ്ടായിരുന്ന ഒരു സൈക്കിളിന്റെ വില ഈ വർഷം 8% കുറഞ്ഞു. സൈക്കിളിന്റെ ഇപ്പോഴത്തെ വിലയെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? 8% കുറഞ്ഞു. കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? 100 8% കുറഞ്ഞിട്ടുണ്ടാവും. 100 8% കുറഞ്ഞാൽ എത്ര ശതമാനമായിട്ടുണ്ടാവും? 92% ഉണ്ടാവും. അപ്പൊ പഴയ വിലയുടെ 92% ഇപ്പോഴുള്ളൂ. അപ്പൊ അത് എങ്ങനെ സൂചിപ്പിക്കുന്നതാണ്? അപ്പൊ എങ്ങനെ 6500ന്റെ 92% സൂചിപ്പിക്കുക? 6500 ×
92/100. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് കൂടിയെന്ന് വിചാരിക്കുക, എന്ത് ചെയ്യും? 6500 ഇൻറ്റു 108/100 പറയും. പക്ഷെ ഇതിലപ്പോ അവരെന്ത് ചോദിച്ചാല് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ ചോദ്യങ്ങൾ മാറ്റിക്കൊടുക്കും. അപ്പൊ പെട്ടെന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ABCD എന്ന് പറഞ്ഞ എന്താ ഓപ്ഷൻസ് ഇല്ലേ? അപ്പൊ ഇതിൽ ഓപ്ഷൻ കൊടുത്തേണ്ടത് ഒന്നെന്താണെന്നറിയോ? 6500 മൈനസ് 8/100. അവിടെയാണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത്. പെട്ടെന്ന് ഇതിനെപ്പറ്റി നമ്മൾ ധാരണ ഇല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ 8% കുറയാണല്ലോ ഉണ്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6500 മൈനസ് 8/100 എന്ന് എഴുതും. അപ്പൊ തെറ്റിപ്പോയില്ലേ? അതല്ലെങ്കിൽ 6500 അതിന് വ്യത്യസ്തമായ ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ചോദ്യങ്ങൾ കൊടുക്കും. പക്ഷെ നമ്മളപ്പോ അവിടെ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. 6500 എന്ന് പറയുന്നത് 100%. അതിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ ശതമാനത്തിലാണ് കുറയണത്. അപ്പൊ 6500 8% കുറഞ്ഞാൽ അത് 92%. 6500 കൂടെ 8% കൂടിയാൽ അത് 108%. ശതമാനത്തെ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അത് 6500 ശതമാനം 92% എന്ന് പറഞ്ഞാൽ 6500 92% എന്ന് പറഞ്ഞാൽ 6500 ഇൻറ്റു 92/100. ഓക്കെ, ഇങ്ങനെ ലാഭശതമാനം, നഷ്ടശതമാനം, അല്ലെങ്കിൽ കൂടിയ ശതമാനം, കുറഞ്ഞ ശതമാനം എന്ന് പറഞ്ഞിട്ട് ശതമാനത്തിന്റെ തന്നെ വ്യത്യസ്തമായ ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ, വേറെ ബോട്ട് മാസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന് ബോട്ട് മാസെന്നും ബെഡ് മാസെന്നും ഒക്കെ പറയാറുണ്ട് ഇല്ലേ? നമുക്കറിയില്ലേ, ഒരേ വരിയിൽ തന്നെ ഒരുപാട് ക്രിയകൾ ഒന്നിച്ചു വന്നാൽ ഏത് ആദ്യം ചെയ്യണം, ഏത് അവസാനം ചെയ്യണം എന്നുള്ളതിനൊരു നിയമമുണ്ട്. ആ നിയമത്തിലാണ് നമ്മൾ സാധാരണ പറയുന്നത് ബോട്ട് മാസ്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സമയത്ത് പ്ലസും ഗുണിക്കലും വന്നാൽ, മൈനസും ഹരിക്കലും വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ഹരണവും ഗുണനമാണ് ആദ്യം ചെയ്യാൻ. പിന്നെ ഏത് ചെയ്യാൻ പാടൂ? കുറയ്ക്കൽ. അല്ല, ആദ്യം ഹരണം ഗുണനം കൂട്ടലും കുറയ്ക്കലും അവസാനം ചെയ്യാൻ പാടും. അത് മറക്കരുത്. ആദ്യം ചെയ്യേണ്ടത് ഗുണനം ഉണ്ടെങ്കിൽ ഗുണനം ചെയ്യുക, ഹരണം ഉണ്ടെങ്കിൽ ഹരണം ചെയ്യുക. അത് ഏത് ആദ്യം ചെയ്തു എന്നുള്ളതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഏകദേശം ഒരുപോലെ വരിക. കാരണം ഒന്നിന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് മറ്റത്. പക്ഷെ കൂട്ടലും കുറയ്ക്കലും എപ്പോഴേ ചെയ്യാൻ പാടുള്ളൂ? അതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ബ്രാക്കറ്റിനെ ഏതായിട്ടാണ് ഉൾപ്പെടുത്തുക? ഗുണനായിട്ടാണ് ഉൾപ്പെടുത്തുക. അത് ആദ്യം ചെയ്യാം. ബ്രാക്കറ്റൊക്കെ അത് വന്നാൽ അങ്ങനത്തെയൊക്കെ വരികയാണെങ്കിൽ. പക്ഷെ അത്ര കോംപ്ലിക്കേഷൻ വരില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയാം? ഈ ചോദ്യം പേപ്പർ നല്ല രസമുള്ള ഒരു ചോദ്യമാണ്. 8+8+8 ഹരിക്കണം 8. ഉത്തരം എത്ര എന്നാ ചോദ്യം? എന്താണ്? 8+8+8 ഹരിക്കണം 8 എത്രയാണെന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഹരണം ചെയ്യണം. ആരോ പറഞ്ഞു 17. ആദ്യം ഹരണം ചെയ്യണം. അപ്പൊ 8നെ 8 കൊണ്ട് ഹരിച്ചാൽ 1. 8ഉം 8ഉം 16, 16 1 17. അപ്പൊ അതാണ് ആദ്യം. ഈ കണക്ക് ഇങ്ങനത്തെ മാറി മാറി വരും. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഡിസ്കസ് ചെയ്യായതുകൊണ്ട് ഈ ഒരു ചോദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏറ്റവും അവൈലബിൾ ആയി നെറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചോദ്യം പേപ്പർ എടുത്തു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതേമാതിരിയുള്ള ചോദ്യങ്ങൾ വീണ്ടും വരും. ഈ ചോദ്യം അല്ല വരിക. ഈ ചോദ്യം ഒരാൾ ചോദിച്ചുകൊണ്ട് മാറി ചോദിക്കും. പക്ഷെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ വരിയിൽ തന്നെ വ്യത്യസ്ത ക്രിയകൾ വന്നാൽ കൂട്ടലും കുറയ്ക്കലും അവസാനം ചെയ്യാൻ പാടും. അതാണ് അതിന്റെ ബേസിക് സംഗതി. ഹരിക്കലും ഗുണിക്കലും ആദ്യം ചെയ്യണം. അതിന്റെ റിസൾട്ടിനെയാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടത്? കൂട്ടും കുറയ്ക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഈ ചോദ്യം ഉണ്ടാക്കണവരുടെ ഒരു വീക്ക് പോയിന്റ് ആണ് ഇത് ബോട്ട് മാസ്. അപ്പൊ ബോട്ട് മാസ് എടുത്തിട്ട്, അപ്പൊ ഈ ബോട്ട് മാസിനുള്ള ഗുണം എന്താ വെച്ചാൽ ബോട്ട് മാസ് അല്ലെങ്കിൽ വേറൊരു ഉത്തരം കിട്ടും, ബോട്ട് മാസ് ഉപയോഗിച്ചാൽ വേറൊരു ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് എപ്പോഴും ബോട്ട് മാസ് ഉപയോഗിച്ച ഉത്തരത്തിനെയാണ് ശരി ഉത്തരമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ട് മാസ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ബോട്ട് മാസ് പറഞ്ഞാൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് AS അഡീഷനും സബ്സ്ട്രാക്ഷനും എന്ത് ചെയ്യാൻ പാടും? വരാൻ പാടും. ഓക്കെ, ബ്രാക്കറ്റ്
ആ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ബി ആദ്യം വരണം ചെയ്യണം എന്നാ പറഞ്ഞത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ. പക്ഷെ ഇതിലധികം ബ്രാക്കറ്റിലുള്ള ചോദ്യങ്ങൾ ഇതിലധികം കാണാനില്ല. ബ്രാക്കറ്റ് ആണ് ആദ്യം, അതുകൊണ്ടാണ് ബോർഡ് ബി ഫോർ ബ്രാക്കറ്റ്. ഓ വെറുതെ ഓഫ്. പിന്നെ അതിന് ബെഡ് മാസ് പിന്നീട് അതിന് മലയാളത്തിലുള്ള എളുപ്പം ബ്രാഹ ഗുകൂഗി. ആ പുതിയ എന്താ വെച്ചാൽ എന്ത് ന്യൂമോണിക്സ് ഞങ്ങൾ ഉപയോഗിച്ചോളൂ. അതിന് ഗുണനം കൂട്ടല് കിഴിക്കല്. അതെ അതെ അതെ, ന്യൂമോണിക്സ് എന്നാണ് അതിന് പറയാ. കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ സിമ്പലുകൾ ഉപയോഗിക്കുന്നതിന് ന്യൂമോണിക്സ് എന്നാ പറയാ. വളരെ എന്താ പറയാ പോപ്പുലർ ആയതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പകരം ബെഡ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ എക്സ്പോണൻസും വരും. എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ കൃതികൾ വരും. അപ്പൊ ശരിക്കും അതിന്റെ പിന്നെ ക്രമം പറയുന്നത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം, കൃതികൾ കാണാണ്ടെങ്കിൽ കൃതികൾ കാണുക ആദ്യം, പിന്നെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യാം, ആൻഡ് ലാസ്റ്റ് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാം. അപ്പൊ ബെഡ് മാസ് എന്ന് പറഞ്ഞാൽ കുറേയും കൂടി വന്നു. ബ്രാക്കറ്റ് വന്നു, എക്സ്പോണൻസ് വന്നു, മൾട്ടിപ്ലിക്കേഷൻ വന്നു, ഡിവിഷൻ വന്നു, അഡിഷൻ വന്നു, സബ്സ്ട്രാക്ഷൻ വന്നു. അപ്പൊ ഏതായാലും ഈ നിയമം മനസ്സിൽ വെച്ചോളൂ. ചോദ്യക്കാര് ഇത്തരത്തിലുള്ള ചോദ്യം വെച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഇനി ചോദിക്കുന്ന ഒരു ചോദ്യം ഈ കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ടാണ്. കലണ്ടർ ഇന്ന ദിവസം ഒക്ടോബർ 2 തിങ്കളാഴ്ചയാണെങ്കിൽ അതേ വർഷം നവംബർ 14 എന്താഴ്ചയായിരിക്കും ഇതൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ പല പല ചോദ്യ പേപ്പറുകളിലും കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. കലണ്ടറിന്റെ പരസ്പര ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം, അതിലേറ്റവും പ്രധാനമാണ് ഈ ലീപ്പ് ഇയർ ആണോ അല്ലേ നോക്കേണ്ടി വരും. ചിലപ്പോൾ ഫെബ്രുവരി ഉൾക്കൊള്ളുന്ന ചോദ്യം ചോദിക്കും വരും. ഫെബ്രുവരി ഉൾക്കൊള്ളുന്ന ചോദ്യം ചോദിക്കും. അപ്പൊ ഫെബ്രുവരി മാസം എത്ര പിന്നെ ദിവസം ഉണ്ടെന്ന് അറിയാൻ എന്ത് കണക്കാക്കേണ്ടി വരും? ലീപ്പ് ഇയർ കണക്കാക്കേണ്ടി വരും. അപ്പൊ ലീപ്പ് ഇയർ കണക്കാക്കാനുള്ള ആ സൂത്രം കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. 4 കൊല്ലം കൂടുമ്പോഴാണല്ലോ ഈ കാലൊക്കെ പാടെ കൂടിയിട്ട് ഒരു ദിവസം ആവുന്നത്. അപ്പൊ അതൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. പിന്നെ നമുക്കറിയാലോ താഴേക്ക് വരുമ്പോ അത് നിങ്ങളെ നോക്കിയാൽ മതി. ഞാൻ നിങ്ങളെ വെറുതെ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിപ്പോ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. 5 കഴിഞ്ഞാൽ തൊട്ട് താഴെ 12 അല്ലെ, 12 കഴിഞ്ഞാൽ 19 വരും, 19 കഴിഞ്ഞാൽ 26 വരും. അപ്പൊ താഴേക്ക് ഒരേ ദിവസം തന്നെ 7 ആണ് എന്ത് ചെയ്യാ വ്യത്യാസമായിട്ട് വരിക. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്തോളൂ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇവിടെ ഒക്ടോബർ 2 തിങ്കളാഴ്ചയാണെങ്കിൽ അതേ വർഷത്തെ നവംബർ 14 എന്താഴ്ചയായിരിക്കും? അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒക്ടോബറിൽ 31 ദിവസം ഉണ്ട്. അതൊക്കെ നോക്കണേ. ആ മാസം 31 നോക്കണം. പിന്നെ താഴത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പൊ ഒക്ടോബർ 2 തിങ്കളാഴ്ചയാണെങ്കിൽ 9 തിങ്കളാഴ്ച അല്ലെ, 9 7 16 തിങ്കളാഴ്ച, 16 7 23 തിങ്കളാഴ്ച, 23 7 30 തിങ്കളാഴ്ച, 30 7 37 എന്ത് ചെയ്യാ തിങ്കളാഴ്ച. ഓക്കെ, അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യാ കൂട്ടുക. നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏരിയ ഉണ്ട്, നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും ഈ കേസിൽ 31 കൂടി വരുന്നത് കൊണ്ട് 2 പ്രാവശ്യം ആവർത്തിക്കുന്നത് കൊണ്ട് 14 എന്തായിട്ടേ വരുള്ളൂ. 7 കഴിഞ്ഞാൽ 14 തിങ്കളാഴ്ചയാണെന്ന് നമ്മൾ വിചാരിക്കും. 7 വരെ തിങ്കളാഴ്ചയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് വിചാരിക്കും, 14 തിങ്കളാഴ്ചയാണെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ 31 ഉണ്ടായത് കൊണ്ട് 2 പ്രാവശ്യം വന്നതുകൊണ്ട് 1 പ്രാവശ്യം എന്ത് ചെയ്യും, അങ്ങോട്ട് ചാടും. അപ്പൊ ചൊവ്വാഴ്ചയാവും. ഇങ്ങനെ വല്ല കുടുക്കും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും ഈ ചോദ്യത്തിൽ. അപ്പൊ അത് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അതിനെ പിന്നെ സമീപിച്ചാൽ മതി. വളരെ ശ്രദ്ധിച്ചിട്ട് അതിനെ സമീപിച്ചാൽ മതി. ഓക്കെ. എല്ലാ മാസവും പിന്നെ 1-ാം തീയതിയുള്ള അതേ ദിവസം 29-ന് വരുന്നുണ്ടോ? എല്ലാ മാസം 1-ാം തീയതി ഇപ്പൊ തിങ്കളാണെങ്കിൽ ആ മാസം 29-ഉം തിങ്കളായിരിക്കും. അങ്ങനെ എല്ലാ മാസത്തിലും അങ്ങനെ വരുന്നുണ്ട്. 1 7 8 7 15 15 7 22 22 7 29. ഓക്കെ 7 7 ഇങ്ങനെ കൂടി വരും. അപ്പൊ അങ്ങനെയാകുമ്പോ കുറച്ചും കൂടി എളുപ്പമാവും. അങ്ങനെ അത് നിങ്ങളൊരു ലോജിക് ആകെ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. താഴത്തേക്ക് 7 7 7 കൂടിയിട്ടാണ് എന്ത് ചെയ്യാ വരിക. മാസത്തിൽ 31 30 28 അത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഇങ്ങനെ ചില കുണുക്കുള്ള ചോദ്യം ഇവർ എന്ത് ചെയ്യുള്ളൂ ചോദിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം.
അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇനി ഇതിൽ വരുന്ന ഒരു സംഗതി, ഈ ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഈ ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും തമ്മിലുള്ള പിന്നെ റിലേഷൻഷിപ്പ് എങ്ങനെ വരിക? അത് വരിക, ഇപ്പൊ ഇതിലൊരു ചോദ്യം എന്താണെന്നറിയും, എക്സും വൈയും രണ്ട് ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നതിൽ ഏതാണ് ഇരട്ട സംഖ്യ എന്നാ ചോദിക്കണം. അപ്പൊ ഏതാ ഇരട്ട സംഖ്യ വരിക? രണ്ട് ഓട് വന്നാൽ അത് ഈവൺ ആവണമെങ്കിൽ എന്ത് വേണ്ടി വരും? അഡിഷൻ വേണ്ടി വരും. ഓക്കെ, 5ഉം 7ഉം ആണ് എന്ത് ഉണ്ടാവുള്ളൂ? 12 ആവുള്ളൂ. അപ്പൊ അതില് എക്സ് പ്ലസ്, എപ്പോഴും ഈ ആശയം മനസ്സിൽ വെച്ചാൽ മതി. രണ്ട് ഓടിന്റെ സമ്മ എപ്പോഴും ഈവൺ ആയിരിക്കും. രണ്ട് ഓടിന്റെ സമ്മ എപ്പോഴും ഈവൺ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്, നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയതുകൊണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ല. ദശാംശ സംഖ്യകളുടെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. അത് തെറ്റിക്കാതെ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ലേ. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ചോദ്യ പേപ്പറിൽ കാണുന്നത് അതാണ്. ഉദാഹരണമായിട്ട് 23.35 കൂട്ടണം 2.4, അതല്ലെങ്കിൽ 0.1 ഗുണിക്കണം 0.01. അഡിഷൻ മാത്രമല്ല, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ വരാം. മനസ്സിലായി? മൾട്ടിപ്ലിക്കേഷനും അഡിഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെ വരാം. അപ്പോ അതിന്റെ ആ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമില്ലേ, അതൊന്നും ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയണതാണ്. അതിപ്പോ നമ്മൾ വെറുതെ ഞാൻ ഏതൊക്കെ മേഖലയാണ് വരുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഏതൊക്കെ മേഖലയാണ് വരുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അഡീഷൻ വരുമ്പോ സ്ഥാനവിലക്ക് വരുന്ന മാറ്റം അറിയാലോ നിങ്ങൾക്ക്, അല്ലേ? ഒറ്റ 10, 100, 1000, 10000 എന്ന് പറഞ്ഞിട്ട് എണ്ണൽ സംഖ്യയുടെ ഭാഗത്തേക്ക് പോകുമ്പോ മറ്റേ ഭാഗത്തേക്ക് പോവുക 1/10, 1/100, 1/1000 എന്ന് പറഞ്ഞിട്ടാണ് പോവുക. ആ പോകുന്നതിനനുസരിച്ച് ഡെസിമൽ പ്ലേസുകൾ കൂടി 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 വരും. അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുക. അതിനെക്കുറിച്ച് നന്നായിട്ട് ഒന്ന് ചെയ്തു നോക്കുക. നമ്മൾ ചെയ്യണതല്ലേ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണതല്ലേ. ഇപ്പൊ പിന്നെ ഡെസിമൽ ഒന്നും വെച്ചപ്പോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതല്ലോ അല്ലേ, കാരണം കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മളാരും അത് ചെയ്യാറില്ലല്ലോ അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ബോധപൂർവം ഒന്ന് ചെയ്ത് വെച്ചോളൂ. ഉദാഹരണമായിട്ട് 23.35 കൂട്ടണം 2.4 എന്ന് പറയുമ്പോ അത് 25.39 ആവരുത്. അവർ തെറ്റിയ ഉത്തരം ഇത് തരും. 23.35 കൂടെ 2.4 ആഡ് ചെയ്യുമ്പോ ആ 0.4ഉം 0.3യും കൂടുമ്പോ 0.75 വരും. ആ 4 പോയിട്ട് സ്ഥാനം മാറി 5ന്റെ അവിടെ പോയി കൺഫ്യൂഷൻ ഉണ്ടാക്കും. അത് അങ്ങനത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പില് ഓപ്ഷൻസ് അത് തരും. അത് തരുമ്പോ നമ്മളൊരു തെറ്റിപ്പോരുത്. നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോ ഡെസിമൽ നമ്പേഴ്സിന്റെ അഡിഷൻ, ഡെസിമൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങളൊന്ന് ഒന്ന് 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 പഠിച്ചാൽ മതി. അല്ലാണ്ട് അതൊന്നും ഇപ്പൊ നമുക്ക് പ്രിപ്പറേറ്റ് നിന്നിട്ട് നമ്മളിപ്പോ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി രസമായിട്ടുള്ള ചോദ്യം വരിക, ഈ ചോദ്യ പേപ്പറിലുള്ള വേറൊരു ചോദ്യം, നമ്മുടെ ഒരു ബുദ്ധി അപ്ലൈ ചെയ്യേണ്ട ഒരു ചോദ്യം ഉള്ളത്, 4 പേനയ്ക്കും 7 പെൻസിലിനും കൂടി 34 രൂപ, 7 പേനയ്ക്കും 4 പെൻസിലിനും കൂടി 43 രൂപ എങ്കിൽ ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടി എത്ര രൂപ? നേരത്തെ പറഞ്ഞ അതേ ആൽജിബ്രിക് ഇക്വേഷന്റെ അപ്ലിക്കേഷൻ ആണ് ഇവിടെ. എളുപ്പത്തിൽ ചെയ്യാം, മനക്കണക്ക് ചെയ്യാം. മനക്കണക്ക് ചെയ്യാനേക്കാളും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽജിബ്രിക് ഇക്വേഷന്റെ സഹായത്തോടെ നമുക്കിത് ചെയ്യാം. അപ്പൊ എന്താ, 4 പേനയ്ക്കും 7 പെൻസിലിനും കൂടി. ഒന്നാമത് ഇങ്ങനത്തെ ചോദ്യം വരുമ്പോ ഉടൻ മനസ്സിലാക്കിക്കോ, ഇതൊന്നും നമ്മൾ വെറുതെ ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് ചെയ്യേണ്ട ചോദ്യങ്ങളല്ല, മറിച്ച് വളരെ ഈസി ആയിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതായത് ഐഡന്റിറ്റിയുടെ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലെത്താവുന്ന ചോദ്യങ്ങളെ ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് എന്ത് ചെയ്യൂ? ചോദിക്കൂ. ഇപ്പൊ ഇവിടെ 4 പേനല്ലേ, അപ്പൊ 4 പേന എന്ന് പറഞ്ഞാൽ 4A പ്ലസ് 7 പെൻസിലല്ലേ, അപ്പൊ 7B ഈസ് ഈക്വൽ ടു 34. ഈ നേരെ തിരിച്ചു പറയണ നോക്കൂ, 7 പേന അപ്പൊ 7A
പ്ലസ് 4 പെൻസിൽ 4 ബി ഈസ് ഈക്വൽ ടു 43. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അത് നമ്മളവിടെ കൂട്ടിയാൽ മതി. ആ രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാം? അത് കൂട്ടുക. കൂട്ടുമ്പോഴോ 4A + 7B ആണ് 34. 4 പേനയും 7 പെൻസിലും കൂടിയാലാണ് 34. 7 പേനയും 4 പെൻസിലും കൂടിയാണ് 43. അതാണ് 7A + 4B. കൂട്ടിയാലോ 7 4 11A + 11B ഈസ് ഈക്വൽ ടു 77. കണ്ടോ? 11A + 11B ഈസ് ഈക്വൽ ടു 77. അതിൽ 11 കോമൺ ഫാക്ടർ ആണല്ലോ. ഉടൻ A + B ഈസ് ഈക്വൽ ടു 7. കണ്ടോ? 11A 11 പോയപ്പോ A ആയി, 11B 11 ഡിവൈഡ് ചെയ്തപ്പോ B ആയി, 77 11 ഡിവൈഡ് ചെയ്തപ്പോ 7 ആയി. അപ്പൊ A + B = 7. അതിന്റെ ഉത്തരം എത്രയാണ്? 7. ഇവിടെയും ആൾജിബ്രിക് ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കേണ്ടത് ഐഡന്റിറ്റി അല്ല, ആൾജിബ്രിക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ 4 പേനയ്ക്കും 7 പെൻസിലിനും കൂടി 34 രൂപ, 7 പേനയ്ക്കും 4 പെൻസിലിനും കൂടി ഇനി ഇങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ. ഞാൻ ഈ ആൾജിബ്ര എനിക്ക് എളുപ്പമായതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ഇതിന്റെ ഉത്തരം എവിടേക്ക് എത്തിക്കാം? 7ലേക്ക് എത്തിക്കാം. നല്ല മെന്റൽ പവർ, പിന്നെ എന്താ മെന്റൽ സമ്മുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 4 പെൻസിലും 7 പെന്നും കൂടി കൂടിയപ്പോഴാണ് 34 ആയത്. പക്ഷെ രണ്ടിലും മാറിയത് കൊണ്ട് മെന്റൽ സം കുറച്ചും കൂടി പ്രയാസമാണ്. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ വളരെ, ഐഡന്റിറ്റി അല്ല ആൾജിബ്രിക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്യും. അപ്പൊ ഈ 2-3 ചോദ്യങ്ങളിൽ സിമ്പിൾ ആയിട്ടുള്ള ഈ ആൾജിബ്രിക് ഇക്വേഷന്റെ പിന്നെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ മാത്തമാറ്റിക്സ് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ വന്നത് സിമ്പിൾ ഐഡന്റിറ്റിയുടെ ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ 2-3 ചോദ്യത്തിൽ ആകെ 30 ചോദ്യമാണല്ലോ ഉണ്ടാവുക. അപ്പൊ ഇത് ചോദ്യം ഉണ്ടാക്കുന്നവര് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സിമ്പിൾ ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന, അതല്ലെങ്കിൽ ഐഡന്റിറ്റി ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങളുടെ മെന്റൽ സം ഉപയോഗിച്ച് കണ്ടെത്താവുന്ന ലോജിക് ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്ന് പിന്നെ ഫ്രാക്ഷൻ, അത് ഇതിൽ വന്നിട്ടില്ല, ഞാൻ അടുത്തതിൽ വരും. ഫ്രാക്ഷൻ, ഡെസിമൽ, ഇവയുടെയൊക്കെ ആപ്ലിക്കേഷൻ, അതിന്റെ ഓപ്പറേഷൻ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. പിന്നെ ഓഡ് നമ്പർ ഞാൻ പറഞ്ഞു. പിന്നെ പെർസെൻറ്റേജുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. വേറൊരു ചോദ്യം, 10ാം ക്ലാസ് അറിയുമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോദ്യം. 49 തുടർച്ചയായ, 49 ചോദ്യത്തിന്റെ നമ്പറാണ്. തുടർച്ചയായ 25 എണ്ണൽ സംഖ്യകളിൽ 13ാമത്തെ സംഖ്യ 35 ആയാൽ സംഖ്യകളുടെ ആകെ തുക എത്ര? കണ്ട, തുടർച്ചയായ 25 എണ്ണൽ സംഖ്യകളിൽ 13ാമത്തെ സംഖ്യ 35 ആയാൽ സംഖ്യകളുടെ ആകെ തുക എത്ര? ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു സംശയമുണ്ട്. 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഈ ശ്രേണികളാണെങ്കിൽ ശ്രേണികളുടെ തുക മധ്യപദത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ്. 5ാം ക്ലാസ്സിൽ പഴയ പുസ്തകത്തിലുണ്ടായിരുന്നു, ഇപ്പോഴത്തെ പുസ്തകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ശ്രേണിയിലുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും മധ്യപദത്തെ ആ ശ്രേണിയിലുള്ള എണ്ണം കൊണ്ട് ഗുണിച്ചതാണ്. ഇത് 10ാം ക്ലാസ്സിൽ സമാന്തര ശ്രേണിയിലും പഠിക്കുന്നുണ്ട്. മധ്യപദം ഇൻറ്റു എണ്ണം സമം തുക എന്ന് പറഞ്ഞു. അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ 5ാം ക്ലാസ്സിലെ, പഴയ 5ാം ക്ലാസ്സിലെ ശരാശരി ആവറേജിന്റെ പാഠത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. എന്തിന്റെ ആവറേജ്? സീക്വൻസ്. ഇവിടെ എണ്ണൽ സംഖ്യകൾ സീക്വൻസ് ആണല്ലോ. എണ്ണൽ സംഖ്യകൾ എന്താണ്? സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസ് ആണ്. അപ്പോഴാണ് ഇവിടെ ചോദ്യം വന്നത്, എന്താണ്? തുടർച്ചയായി 25 എണ്ണൽ സംഖ്യകളിൽ 13ാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? മിഡ് ടേം ആണ്. 25 12 അങ്ങോട്ടും 12 അങ്ങോട്ടും പോയാൽ 13ാമത്തെ സംഖ്യ ഏതാണ്? മിഡ് ടേം ആണ്. അപ്പൊ അതുകൊണ്ട് 13ാമത്തെ സംഖ്യ 35 ആണെങ്കിൽ തുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 35 × 25. എളുപ്പമാണ്. നിങ്ങളിത് എഴുതി കൂട്ടിയാൽ ശരിയാവില്ല. അപ്പൊ ഇങ്ങനത്തെ ചില
മാത്തമെറ്റിക്സ് പിന്നെ കൺസെപ്റ്റുകളുണ്ട്, ബേസിക് കൺസെപ്റ്റുകൾ. അതൊന്ന് ഓർമ്മിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? ഒരു ശ്രേണിയാണെങ്കിൽ, അതായത് സമാന്തര ശ്രേണി, ഒന്ന് കൂട്ടി 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 പോണ ശ്രേണി, ആ ശ്രേണി തന്നെ വേണ്ടട്ടോ. അപ്പൊ നാച്ചുറൽ നമ്പർ എന്താണ്? ഒന്ന് കൂട്ടി 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 പോണ ശ്രേണിയാണ്. അപ്പൊ ശ്രേണിയുടെ തുക എപ്പോഴും മധ്യപദത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചതാണ്. അപ്പൊ 25 പദങ്ങളുടെ തുക കാണണമെന്നുണ്ടെങ്കിൽ, ഏത് പദങ്ങളുടെ? എണ്ണൽ സംഖ്യകളുടെ തുക കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഓഫാക്കട്ടെ, എന്റെ കറണ്ട് കഴിയാറായി. 25ന്റെ മധ്യപദം ഏതാ? 13ആണ്. 13ാമത്തെ പദത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. 13ാമത്തെ പദം ഇവിടെ തന്നിട്ടുണ്ട്, അത് 35ആണ്. അപ്പൊ 35നെ 25 കൊണ്ട് ഗുണിച്ചാൽ 875 എന്നുള്ള ഉത്തരം അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് ചില മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന നിയമങ്ങളെ ചോദ്യ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾക്കൊക്കെ എന്ത് ഉണ്ടാക്കുക? ചോദ്യം ഉണ്ടാക്കുക. ഇനി ഇതിന് കുറച്ച് പെഡഗോജിക് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് പിന്നെ നിങ്ങൾ ലോജിക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? പിന്നെ പറഞ്ഞാൽ മതി, ലോജിക് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് ഒരു ചോദ്യം, ഗണിതത്തിലെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് ഒരു ക്ലാസ് എങ്ങനെ ആരംഭിക്കുന്നതാണ് ഫലപ്രദം? ഒരു ഗണിതത്തിൽ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്, അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാവണം ആണ് ക്ലാസ്. നമ്മുടെ സാധാരണ ക്ലാസ് തുടങ്ങുമ്പോൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാവണം എന്നാണ് ചോദ്യം. അപ്പോ പഠന ലക്ഷ്യങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യാം, അങ്ങനെയല്ലല്ലോ. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ പഠന ലക്ഷ്യം ചർച്ച ചെയ്യലല്ലോ. പഠന വസ്തുതകളെ ആദ്യത്തിൽ തന്നെ ചിട്ടയായി അവതരിപ്പിക്കാം, അതും ശരിയല്ലല്ലോ. പാഠഭാഗത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ ആശയങ്ങളും നിരനിരയായി ബ്ലാക്ക് ബോർഡിൽ എഴുതാം, അതും ശരിയല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ശരിയുള്ളത് എന്താ? മുന്നറിവിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും കുട്ടിയിൽ താല്പര്യമുളവാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രചോദനം നൽകിക്കൊണ്ടും ആരംഭിക്കാം. നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ ഈ 4 വായിച്ചാൽ അതിലേതാണ് ശരിയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പെഡഗോജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം അതിൽ പറഞ്ഞിട്ടുള്ളത്, ഇത് പെഡഗോജി അല്ല, ഇത് രണ്ടും കൂടിയാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാന്നാണ് ചോദ്യം. ആവർത്തന ഗുണനം സങ്കലനമാണ്. ആവർത്തന ഗുണനം സങ്കലനമാണ് അല്ലല്ലോ. ആവർത്തന ഗുണനമാണ്. ആവർത്തന ഗുണനം സങ്കലനം. ആവർത്തന സങ്കലനമാണ് ഗുണനം. അങ്ങനെയാണല്ലോ, തിരിച്ചിട്ടാണല്ലോ പറയുന്നത്. ആവർത്തന ഹരണം വ്യവകലനമാണ്. ഇങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. അതിലേതോ ഒരെണ്ണം തെറ്റാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഒന്ന് നിങ്ങൾക്ക് അറിയുന്ന ബേസിക് സംഗതികളാണ്. ഭിന്നസംഖ്യയെ സൂചിപ്പിക്കുവാനുള്ള മറ്റൊരു രീതിയാണ് ദശാംശം ആണല്ലോ. എല്ലാ ഭിന്നകങ്ങളും പൂർണ്ണസംഖ്യകളാണ്, അതാണ് അതിൽ തെറ്റ്. ശരിയല്ലാത്ത പ്രസ്താവന അതിൽ ആവർത്തന ഗുണനം സങ്കലനമാണ്, അത് തെറ്റാണ്. അത് ചോദ്യം തന്നെ തെറ്റാണെന്ന് നിൽക്കുകയാണ്. ആവർത്തന ഗുണനം സങ്കലനമാണ് അല്ലല്ലോ, ആവർത്തന സങ്കലനല്ലേ ഗുണനം. അപ്പൊ ആ ചോദ്യം തന്നെ തെറ്റാണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ചില സംഗതികൾ ചോദിക്കും, അത് നിങ്ങൾ അതിനെന്ത് ചെയ്താൽ മതി? അതൊക്കെ കോമൺ സെൻസ് വെച്ചിട്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് വേറൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുറന്ന ചോദ്യം നിങ്ങളുടെ പ്രത്യേകത അല്ലാത്തത്. ഒക്കെ അങ്ങനെ ചോദിക്കട്ടോ, പ്രത്യേകത ആയതല്ല, പ്രത്യേകത അല്ലാത്തത്. അപ്പൊ ഏതാ? പ്രശ്ന നിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴിയുണ്ട്, തുറന്ന ചോദ്യത്തിന്. കുട്ടിയുടെ ചിന്തയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട്, തുറന്ന ചോദ്യം. ദത്തങ്ങൾ ശേഖരിക്കാനും അപഗ്രഥിക്കാനും കുട്ടിക്ക് അവസരമുണ്ട്, അതും ശരിയാണ്. ക്രിയാത്മകതയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല, അപ്പൊ തെറ്റാണ്. ക്രിയാത്മകതയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ചാൽ മതി. പെഡഗോജിക് ചോദ്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള 4 ചോദ്യം ഉണ്ടാവും. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ, നമ്മൾ BEdനും DTCക്കും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ പെഡഗോജിയുമായി ബന്ധപ്പെട്ട് ചെയ്തതല്ലേ. അപ്പൊ അതിലത്ര വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. പിന്നെ ഒരു കണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏതാ വെച്ചാല്, ലീലാവതി എന്ന ഗണിത ഗ്രന്ഥം യഥാർത്ഥത്തിൽ പ്രശസ്തമായ വേറെ ഏതോ ഒരു ഗ്രന്ഥത്തിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. അത് സിദ്ധാന്ത ശിരോമണിയുടെ ആണ്. അത് കുറച്ച് വിവരം വേണ്ടി വരും, അത് നമ്മളൊന്ന് വായിച്ചു നോക്കേണ്ടി വരും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യമൊക്കെ വേണമെങ്കിൽ ഈ ചോദ്യകർത്താവിന് എവിടെയെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം? ഇടാം. അപ്പൊ അതിന് നമ്മുടെ ഒരു മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ നോളജ് ചോദ്യം വരാൻ, അതൊന്ന് വായിച്ച് മനസ്സിലാക്കിക്കോളൂ. അത് ഏതാ വരിക നമുക്കിപ്പോ അധികം പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല. ഇവിടെ ചോദിച്ചത് ഇതാണ്, എന്താണ്? ലീലാവതി എഴുതുന്ന എടുത്താണ് സിദ്ധാന്ത ശിരോമണി ഭാസ്കരാചാര്യരുടെ.
അതൊരു ഒരു 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 ചോദ്യമാണ്. അങ്ങനത്തെ കോമൺ ജനറൽ നോളജ് ചോദ്യങ്ങൾ വരാം. വേറൊരു ചോദ്യം, ഗണിത പഠനത്തിലൂടെ വിദ്യാർത്ഥികളിൽ അച്ചടക്ക മൂല്യങ്ങൾ വികസിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനറി വാല്യൂ. അപ്പൊ ഡയഗ്രങ്ങളും ഗ്രാഫുകളും നിർമ്മിക്കുക അതല്ല, നിർവചനം എഴുതുക അതല്ല, കണക്കുകൂട്ടലുകൾ ഒന്നും മാത്സിന്റെ ഡിസിപ്ലിൻ്റെ അല്ല, പ്രശ്ന നിർദ്ധാരണം ചെയ്യുക, യെസ് അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യും, പെഡഗോജിയുമായി ബന്ധപ്പെട്ട് വരും. അത് നിങ്ങൾ അതിന്റെ ഒന്ന് പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് കുറേയൊക്കെ അത് കോമൺ സെൻസ് തന്നെ കിട്ടും. ഉദാഹരണമായിട്ട് ഈ ചോദ്യം തന്നെ, ഡയഗ്രങ്ങളും ഗ്രാഫുകളും വരയ്ക്കുമ്പോൾ പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഇതില് ഈ ഡിസിപ്ലിനറി വാല്യൂ മറ്റുള്ളതിലെ കൂടെ ഒക്കെ ചോദിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഒരു തർക്ക വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നല്ലത് എന്താ വെച്ചാല് നിങ്ങളുടെ ആ പെഡഗോജി പുസ്തകം ഒന്ന് നോക്കുക, മാത്ത് എഡ്യൂക്കേഷന്റെ പെഡഗോജി പുസ്തകം നോക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഗണിതശാസ്ത്ര ബോധനം എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങളുണ്ടല്ലോ, ഇപ്പൊ പുതിയ മാത്ത് എഡ്യൂക്കേഷന്റെ കുറെ പുതിയ പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള ഡിസിപ്ലിനറി വാല്യൂ ഒക്കെ നോക്കുക, അത്രേ അതിൽ ചെയ്യാൻ പറ്റും. അത് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഡിബേറ്റബിൾ ആണ്. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അതിന്റെ ഉത്തരം ശരിയാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ നോക്കൂ, വേറൊരു ചോദ്യം നോക്കൂ, ഒരു ഗണിത ക്ലാസ്സിൽ ടീച്ചർ സ്വീകരിക്കേണ്ട രീതി അല്ലാത്തത്. ചിന്തോദ്യോപക ചോദ്യങ്ങൾ നൽകുക, അത് ശരിയാണല്ലോ. പ്രശ്നങ്ങളുടെ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കുട്ടികളെ സഹായിക്കുക, അത് നല്ലതാണ്. പ്രശ്നങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ അവസരം നൽകുക, അത് നല്ലതാണ്. എല്ലാ പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്ത് നൽകുക. ഇങ്ങനെ പെട്ടെന്ന് ആ നാലെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പിന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ഈ പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെയാണ് വരിക. പിന്നെ എല്ലാ ചോദ്യപേപ്പറിലും വരുന്ന ഒരു ചോദ്യമാണ്, ഈ 2005 ചട്ടക്കൂടില് മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, മാത്തമറ്റൈസേഷൻ ഓഫ് തിങ്കിങ് പ്രോസസ്. അതെല്ലാം മിക്കവാറും 2-3 ചോദ്യപേപ്പർ നോക്കിയപ്പോൾ അതിലൊക്കെ കാണാറുണ്ട്. ചിന്തയുടെ ഗണിതവൽക്കരണം എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് എല്ലാറ്റും കാണാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. അത് 2005 നേരെ മറിച്ച് ഇപ്പോ 2020 പുതിയ MCF വന്നു. ഇപ്പൊ അവരതല്ല പറയണത്. ഇപ്പൊ അവർ പറയണത് മാത്തമാറ്റിക്സ് ഈസ് ദ പിന്നെ എന്താണ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് പാറ്റേൺസ്. മാത്തമാറ്റിക്സിന് പുതിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് 2005 MCF ആണ് ഇവർക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 2021 മാത്സിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ഇതാണ്. പുതിയ 20 പുതിയ MCF വന്ന് അതിൽ പറഞ്ഞിട്ടുള്ളതാണ്, മാത്തമാറ്റിക്സ് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് പാറ്റേൺസ്. ഇപ്പൊ AI ഒക്കെ വന്നപ്പോഴേ AI-ലൊക്കെ ഈ പാറ്റേൺസ് വളരെ വളരെ ഇപ്പൊ AI നമ്മൾ കൊടുക്കുന്ന ഒരു ഉത്തരത്തിനൊക്കെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണത് നമ്മുടെയൊക്കെ ഉത്തരങ്ങളുടെയൊക്കെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കിയിട്ടാണെന്നാണ്. AI ചെയ്യുന്ന ഏറ്റവും വലിയ പണി പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ ആണെന്നാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ മാത്തമാറ്റിക്സിന്റെ രീതിശാസ്ത്രത്തിൽ പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ 2005 MCF-ലാണ് ഈ മാത്തമറ്റൈസേഷൻ പറഞ്ഞത്. ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകൽ, അല്ലാത്തത് തീരെ ബന്ധമില്ലാത്ത 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. തത്വങ്ങളും സൂത്രവാക്യങ്ങളും ഓർമ്മിക്കൽ, പഠനത്തിന് ധാരാളം അഭ്യാസ പ്രവർത്തനങ്ങൾ നൽകൽ, ധാരാളം ഗൃഹപാഠം നൽകൽ. അപ്പൊ ഇതൊന്നും ഒക്കെ ബിഹേവിയറിസ്റ്റിക് പാരഡൈം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകൽ, ഇതാണ് ഈ മാത്തമറ്റൈസേഷൻ ഓഫ് തിങ്കിങ് പ്രോസസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇതിലെ ഗണിത പാഠപുസ്തകത്തിന്റെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ ക്വാളിറ്റി ഒന്ന് പഠിച്ചോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന്റെ മാത്സ് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ക്വാളിറ്റി, സവിശേഷതകൾ ഏതൊക്കെയാണെന്ന്. എന്താണ്? ആശയ രൂപീകരണത്തിന് സഹായം നൽകണം, സ്വയം പഠനം പ്രോത്സാഹിപ്പിക്കണം, വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കണം. അങ്ങനെ നമ്മൾ പെഡഗോജിയിൽ പറഞ്ഞ കുറെ സംഗതി ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു വേണ്ടാത്തൊന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരേ മാതൃകയിലുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങൾ നൽകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ ഏതാണോ അതില് ഡിസ്ട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് അതൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, പിന്നെ പഠിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഈ 30 ചോദ്യത്തില് 30 to 60 ആണല്ലോ ഉണ്ടാവുക. അതിൽ 1, 2, 3, 4, 5, 6, 7,
ഒരു 10ന്റെ അടുത്ത് ചോദ്യങ്ങൾ ഇതുപോലെ പെഡഗോജിയോ മാത്സിന്റെ ജനറൽ നോളജോ ആയിട്ട് ബന്ധപ്പെട്ട് വരും. ഒരു 20 ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ മാത്ത് കണ്ടന്റ് ആയിട്ട് വരും. ഇങ്ങനെയാണ് പൊതുവെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൽ. ചോദ്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ കണ്ടന്റ് ഏരിയ ചിലപ്പോ ഇത് മാത്രമല്ലല്ലോ മാത്സിന്റെ 10ാം ക്ലാസ് വരെയുള്ള കണ്ടന്റ് ഏരിയ. അപ്പൊ ആ കണ്ടന്റ് ഏരിയയിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ വരും. പിന്നെ പൊതുവെ കേട്ടറ്റ് 1 ആയതുകൊണ്ട് വളരെ ഹൈ ലെവൽ ആപ്ലിക്കേഷൻ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ഇപ്പൊ ഇതിൽ ചോദിച്ച ചോദ്യം തന്നെ ഇപ്പൊ ഈ ആകെ ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ഒരു 3-4 ചോദ്യങ്ങൾ മാത്രമേ ഇതിലിപ്പോ ഒരു ഹയർ ലെവൽ ചോദ്യങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ യാതൊരു ബേജാറും വിചാരിക്കേണ്ട. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കേട്ടറ്റ് 1ന്റെ മാത്തമാറ്റിക്സിന്റെ എല്ലാ ചോദ്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. എന്റെ കറണ്ട് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഇനി ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു.